ലെവലേശം പോലും ഉളുപ്പില്ലാതെ വയനാട് ദുരന്തബാധിതരായ സാധാരണക്കാരെ പറഞ്ഞു പറ്റിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രാഹുൽ ഗാന്ധിയും കൂടി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയി ഉഡായിപ്പ് ശിലാസ്ഥാപനവും നടത്തി, അതും വന്യജീവികൾ വിരഹിക്കുന്നൊരു സ്ഥലത്ത്. എന്നിട്ട് തറക്കല്ല് പോലും പേരിനിടാതെ മുങ്ങി നടക്കുന്ന ഇതേ കോൺഗ്രസ്സുകാർ ഇന്ന് പുതുയുഗ യാത്രയുടെ വേദിയിൽ വച്ച്, അതും രാഹുൽ ഗാന്ധി തന്നെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് വോട്ട് കീശയിലാക്കുവാൻ വേണ്ടി 5 ഉഡായിപ്പ് ഉറപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനം നിങ്ങൾ കേൾക്കണം. ഉഡായിപ്പിൻ്റെ ഉസ്താദുമാരായ കോൺഗ്രസ്സുകാരുടെ ഉഡായിപ്പ് പ്രഖ്യാപനങ്ങൾ വീണ്ടും വീണ്ടും ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി ഇവർ അടിച്ചിറക്കുകയാണ്. So we have 5 guarantees which we are proposing for the people of Kerala. 5 ഗ്യാരണ്ടികളാണ്, 5 ഉറപ്പുകളാണ്, പഞ്ചവ്യവസ്ഥകളാണ് ഈ രംഗത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത്. So the first guarantee is a free bus travel for all women in KSRTC buses. ആദ്യത്തെ ഗ്യാരണ്ടി കേരളത്തിലെ KSRTC വാഹനങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം തീർത്തും സൗജന്യമായ നിരക്കിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. 1,000 rupees a month financial assistance to college going girl students. മാസാന്തം 1000 രൂപ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ട് നൽകാൻ തയ്യാറാവുക എന്നുള്ളതാണ്. Welfare pensions increased to 3,000 rupees a month. ക്ഷേമ പെൻഷൻ മാസാന്തം 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. The Congress government in Rajasthan came up with a fantastic health insurance scheme. രാജസ്ഥാനിലെ ഗവൺമെന്റ് വളരെ സമഗ്രമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. It was praised all over the world. അത് ലോകത്ത് മുഴുവനും പ്രശംസിക്കപ്പെട്ടു. And one of our greatest leaders was Omen Chandy ji. നമ്മുടെ മഹാന്മാരായ നേതാക്കളിൽ പെടുന്ന വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻചാണ്ടി ജി. So we are going to name the new health insurance scheme for Kerala after Omen Chandy ji. ഉമ്മൻചാണ്ടിയുടെ കാലശേഷം കേരളത്തിലെ ആ ഇൻഷുറൻസ് സംഭവത്തിന് അതിന് തകർച്ച സംഭവിച്ചിട്ടുണ്ട്. And that is going to provide 25 lakh rupees of insurance for every household. ഓരോ വീടിനും ഓരോ കുടുംബത്തിനും 25 ലക്ഷം വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. Up to 5 lakh interest-free loans for youngsters who want to start their businesses. അതിൽ 5 ലക്ഷം വരെയുള്ളവർക്ക് അതിൽ 5 ലക്ഷം വരെ ചെറുപ്പക്കാർക്ക്, പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് സൗജന്യമായി കടം, ഫ്രീ ലോൺ നൽകുന്നതിനായിരിക്കും ഉപയോഗപ്പെടുത്തുക. And a dedicated ministry for senior citizens welfare. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി, അവർക്ക് സേവനത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക മന്ത്രാലയം പ്രായം ചെന്നവർക്ക് വേണ്ടി തുടങ്ങാൻ നാം തയ്യാറാകും. രാഹുൽ ഗാന്ധി പറയുന്നത് പ്രകാരം അവർ ഭരണത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര കൊടുക്കും പോലും, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ കൊടുക്കും പോലും, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന്, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങുമെന്ന്, യുവസംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെ നൽകുമെന്ന്, മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുമെന്ന്. നിങ്ങളോട് ഒന്നേ ചോദിക്കുവാനുള്ളൂ, വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവർക്ക് വീട് വച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഫണ്ട് പിരിച്ച് പുട്ടടിച്ചിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത്? പറഞ്ഞ വാക്കിന് ലേശമെങ്കിലും മാന്യത കാണിക്കാൻ നിങ്ങൾ തയ്യാറാണോ? തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള നിങ്ങളുടെ ഈ ഉഡായിപ്പ് പരിപാടി അതിലൊന്നും ഇനി ജനങ്ങൾ വീഴില്ല. കാര്യം വയനാടിൽ നിങ്ങൾ പറഞ്ഞു പറ്റിച്ചത് എല്ലാം നഷ്ടമായി ജീവൻ മാത്രം സ്വന്തം കരങ്ങളിൽ വെച്ചുകൊണ്ടിരുന്ന സാധുക്കളിൽ സാധുക്കളായ, ഒന്നും പ്രതീക്ഷയില്ലാത്ത, എല്ലാം അസ്തമിച്ച സാധാരണക്കാരെയാണ്. ഇനിയും നിങ്ങൾ ഈ 5 ഉറപ്പുകൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ പറ്റിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഇപ്പോൾ രാഹുൽ ഗാന്ധിയും വാ തുറക്കുന്നത് പച്ച നുണകൾ പറയുവാൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ് പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച്
ജനങ്ങളുടെ ഫണ്ട് തന്നെ എടുത്ത് പുട്ടടിച്ച അതേ കോൺഗ്രസുകാർ ജനങ്ങൾക്ക് വേണ്ടി മലമറിക്കുമെന്ന് പറയുന്ന ഈ 5 ഉഡായിപ്പ് വാഗ്ദാനങ്ങൾ.